ഇത് യുദ്ധങ്ങളുടെ കാലം. ഇന്ത്യക്കാർ ധാരാളമുള്ള ഗൾഫിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് യുദ്ധം പൊടിപിടിക്കുന്നു. 3 മുന്നണികളാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ഏറ്റുമുട്ടുന്നത്. 1 ന്യൂനപക്ഷ ജനാധിപത്യ മുന്നണി, 2 മതേതര ജനാധിപത്യ മുന്നണി, 3 ദേശീയ ജനാധിപത്യ സഖ്യം. ന്യൂനപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന മതേതര വോട്ടർമാർ അറിഞ്ഞോ അറിയാതെയോ വർഗീയ കേരളം എന്ന വിപത്ത് വിളിച്ചു വരുത്തുകയാണ്. തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലെ ബോംബുകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ശരിക്കും സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്? ഡീലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം. രക്തസാക്ഷികളുടെയും ബലിദാനികളുടെയും പേരിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടെന്നാണ് കോൺഗ്രസിന്റെ കണ്ടുപിടുത്തം. കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP കേരളത്തിൽ ഐക്യം കൽപ്പിക്കപ്പെടേണ്ട ഒരു പാർട്ടിയാണോ? SDPI തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? ഏതെങ്കിലും ഒരു സംഘടന വോട്ട് ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടാൽ അത് കേട്ട് തനിക്കിഷ്ടപ്പെട്ട ഒരു MLA-ക്ക് വോട്ട് ചെയ്യാതിരിക്കുന്ന എത്ര പേരുണ്ട് ഈ നാട്ടിൽ? ഡീലാണോ വികസനമാണോ ശരിക്കും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം? നിങ്ങൾക്കറിയാമല്ലോ, ഗൾഫിൽ യുദ്ധം തുടങ്ങി 5ാമത്തെ ദിവസം ഇവിടെ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. വീടുകളിലെ കിച്ചണുകളിൽ പോലും പണി കുറഞ്ഞു. വാർ നീണ്ടുപോയാൽ വണ്ടികൾ ഓടുന്നതടക്കം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഫ്യൂവലായി ഉപയോഗിക്കുന്ന ഒരുപാട് മേഖലകൾ സ്തംഭിക്കും. GCC രാജ്യങ്ങളിൽ ആണവ വികിരണ ഭീഷണി നിലനിൽക്കുന്നു. നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചു വന്നാൽ കേരളം പ്രാന്താലയമായി മാറും. ജോലിയും കൂലിയുമില്ലാതെ ഡിപ്രഷൻ ബാധിച്ച് അലഞ്ഞു തിരിയുന്ന പ്രാന്തന്മാരെ കൊണ്ട് നിറയും കേരളം. ലോകത്തെ ഏറ്റവും നല്ല മാൻ പവറുകളിൽ ഒന്നാണ് മലയാളി. പക്ഷേ വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾക്ക് നല്ല ശമ്പളത്തിൽ ജോലി കൊടുക്കാൻ കഴിയുന്ന നല്ല കമ്പനികൾ കേരളത്തിലില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഒരുപാട് വികസനങ്ങളോ കമ്പനികളോ ആവശ്യമില്ല. നമുക്കെന്നും വിദേശത്ത് പോയി ജോലി ചെയ്യാം എന്ന് കരുതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ചില രാജ്യവിരുദ്ധ ശക്തികളുടെ പിന്തുണ ഈ തിരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കാണ്? 2015 വെന്റിലേറ്ററിലായിരുന്ന KSRTCയെ LDF വാർഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. UDFന്റെ ഗ്യാരണ്ടിയിൽ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര കൊടുത്താൽ 3 മാസം കൊണ്ട് KSRTCയുടെ കാറ്റുപോകും. കാരണം ഇന്നത്തെ KSRTC യാത്രക്കാരിൽ 65% സ്ത്രീകളാണ്. മറ്റൊരു ഗ്യാരണ്ടി, 80 ലക്ഷം കുടുംബങ്ങൾക്ക് 25 ലക്ഷത്തിൻ്റെ ആരോഗ്യ പരിരക്ഷ. 3 മാസത്തെ പ്രീമിയം അടയ്ക്കുമ്പോൾ തന്നെ ഖജനാവിൽ ആന കയറി പെറ്റി കിടക്കും. എന്താ പ്രകടന പത്രിക നടപ്പാക്കാതിരുന്നതെന്ന് നാളെ ജനം ചോദിച്ചാൽ മുണ്ടുപൊക്കി കാണിക്കാനുള്ള തൊലിക്കറ്റ് ഉള്ളതുകൊണ്ട് എന്ത് ഗ്യാരണ്ടിയും പറയാനുള്ള ധൈര്യം UDFകാർക്കുണ്ട്. വയനാടുകാർക്ക് വേണ്ടി ഫണ്ട് വിരിച്ച് മുട്ടടിച്ച ടീമാണെന്ന് ഓർമ്മ വേണം. ഇനിയും BJP കേരളം ഭരിച്ചാൽ പോലും ഇപ്പം കിട്ടുന്നതിൽ കൂടുതലൊന്നും കേന്ദ്ര സർക്കാർ അവരുടെ കണ്ണിൽ വികസിച്ച ഈ കേരളത്തിന് തരാൻ പോകുന്നില്ല. കാരണം ഭാരതാംബയ്ക്ക് എല്ലാ മക്കളെയും ഒരുപോലെ കണ്ടേ പറ്റൂ. കൂടെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്ത് വോട്ട് തട്ടുന്നത് സ്റ്റേറ്റുകൾക്ക് ഗുണകരമല്ല. ജനങ്ങളെ അധ്വാനിക്കാൻ പഠിപ്പിക്കുക, അവർക്ക് ജോലി കൊടുക്കാൻ കെൽപ്പുള്ള കമ്പനികളെ നാട്ടിൽ കൊണ്ടുവരിക, ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യുക, കമ്പനികളുടെ ചൂഷണങ്ങളിൽ നിന്ന് ജോലിക്കാരെ സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുക, ചെറുപ്പക്കാരുടെ സ്റ്റാർട്ടപ്പുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. കേരളം വളരാൻ സർക്കാരുകൾ ചെയ്യേണ്ട ചെറിയ ഉത്തരവാദിത്തങ്ങൾ മാത്രമാണിത്. പുറത്തു വരുന്ന സർവേകൾ പ്രകാരം UDFന് വോട്ട് ശതമാനം കൂടുമെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ 2 സീറ്റുകളെങ്കിലും LDFന് കൂടുതൽ കിട്ടാനാണ് സാധ്യത. BJPയും കൂടുതൽ സീറ്റുകൾ പിടിച്ച് നിർണായക ശക്തിയാകും. 55 സീറ്റുകളെങ്കിലും സ്വന്തമാക്കി CPM ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും. കോൺഗ്രസിന് 40-ൽ താഴെ സീറ്റുകൾ കിട്ടാനാണ് സാധ്യത. കൂടുതൽ ഘടകകക്ഷികളെ LDFലേക്ക് എത്തിച്ച് ക്യാപ്റ്റൻ പിണറായി ഭരണം തുടരാനാണ് സാധ്യത.